സിയാറത്ത് ചെയ്യാനോ താല്പര്യം കാണിക്കുന്ന ഒരു സംസ്കാരമാണ് അവിടെ എവിടെയും നമുക്ക് പാരമ്പര്യമായി കിട്ടിപ്പോന്നിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സംസ്കാരം സംശുദ്ധമായ നിലയിൽ കേരളത്തിൽ നീണ്ട 13 നൂറ്റാണ്ടുകാലം അഭംഗുരം തുടർന്നു വന്നു. പിന്നെ ആരാണ് ഭേദഗതി വരുത്തിയത്? ഇത് ഗൗരവകരമായ കാര്യമാണ്. ചിന്തിക്കുന്ന യുവ സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ 13 നൂറ്റാണ്ടുകാലം കേരളത്തിൽ നിലനിന്ന, അത് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയല്ല, ലോക സമൂഹത്തിൽ പരിശോധിച്ചു നോക്കിയാൽ ഇവിടെ നിലനിന്ന ആചാരങ്ങൾ, ഇവിടെ നിലനിന്ന അനുഷ്ഠാന കർമ്മങ്ങൾ, ഇവിടെ വിശ്വസിക്കുന്ന വിശ്വാസ രീതികൾ, ഇതൊക്കെ ലോക സമൂഹത്തിൽ വ്യാപകമായി സ്വഹാബത്ത് പിടിപ്പിച്ച രീതിയാണ്. നിങ്ങൾ ഓരോ കാര്യങ്ങൾ പരിശോധിച്ച് നമുക്ക് ആർക്കും പറയേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ആദ്യം സ്ഥാപിക്കപ്പെട്ട പള്ളി ഈ കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദാണല്ലോ. ഈ കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദിൽ സ്ഥാപിച്ച സ്വഹാബത്താകാണെന്ന് ചരിത്രം പറയുന്നുണ്ടല്ലോ. ആ ചേരമാൻ മസ്ജിദ് നിങ്ങൾ പോയി നോക്കി, കൊടുങ്ങല്ലൂർ കേരളത്തിലാണല്ലോ. കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദിൽ ഇന്നും ജുമാക്ക് 2 ബാങ്കാണ് വിളിക്കുന്നത്. അന്ന് സ്വഹാബത്ത് സ്ഥാപിച്ചപ്പോൾ 2 ബാങ്ക് വിളിച്ചു, ഇന്നും തുടരുന്നു അഭംഗുരം. ആ കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദിൽ ഇന്നും ജുമാ ഹുത്ബ നിർവഹിക്കപ്പെടുന്ന അറബി ഭാഷയിലാണ്. ആരാണ് മാറ്റം വരുത്തിയത്? അത് പാരമ്പര്യമായി തുറന്നു വരികയാണ്, ഒരു മാറ്റവുമില്ലാതെ തുറന്നു വരികയാണ്.